നമസ്കാരം, നാട്ടുവർത്തമാനത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തിരുവനന്തപുരം നഗരൂരിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന 17-കാരിയെ പീഡിപ്പിച്ചയാൾ പിടിയിൽ. പിടിയിലായത് മാർത്താണ്ഡം സ്വദേശി. കാസർഗോഡ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് പീഡനം, യുവാവ് പിടിയിൽ. മലപ്പുറം വേങ്ങരയിൽ പ്ലാസ്റ്റിക് ഗോഡൌൺ കത്തിനശിച്ചു. അപകട കാരണം ഷോർട്ട് സർക്യൂട്ട് എന്ന നിഗമനം. ഇടുക്കിയിലെ KSRTC സർവീസുകൾ പ്രതിസന്ധിയിൽ. ദീർഘദൂര സർവീസുകൾ അടക്കം മുടങ്ങുന്നു. തകരാറിലായ ബസ്സുകൾക്ക് പകരം സംവിധാനമില്ല. ഏറെയും കാലപ്പഴക്കം ചെന്നവയെന്നും ആക്ഷേപം. കോഴിക്കോട് കൊടുവള്ളിയിൽ കശാപ്പിനെത്തിച്ച പോത്ത് വിരണ്ടോടി. ഒരാളെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. പോത്തിനെ ഫയർഫോഴ്സ് പിടിച്ചുകെട്ടി. വിശദമായ വാർത്തയിലേക്ക്. ഇടുക്കിയിലെ KSRTC സർവീസുകൾ പ്രതിസന്ധിയിൽ. വിവിധ ഡിപ്പോകളിൽ നിന്നും ദീർഘദൂര സർവീസുകൾ അടക്കം മുടങ്ങുന്നത് പതിവാണ്. കേടുപാടുകൾ മൂലം ഗ്യാരേജിലായ ബസ്സുകൾക്ക് പകരം ഓടിക്കാൻ ബസ്സുകളില്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. ഹൈറേഞ്ചിലെ ഡിപ്പോകളിൽ ഉള്ളതിൽ ഭൂരിഭാഗവും കാലപ്പഴക്കം ചെന്ന ബസ്സുകളാണെന്നും ആക്ഷേപമുണ്ട്. 21 സർവീസുകൾ മാത്രമുള്ള നെടുങ്കണ്ടം ഡിപ്പോയിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ മുടങ്ങിയത് 7 സർവീസുകളാണ്. കുമിളിയിൽ 38 സർവീസുകളിൽ 7ഉം കട്ടപ്പനയിൽ 35 സർവീസുകളിൽ 5ഉം മുടങ്ങി. മൂന്നാർ, മൂലമറ്റം, തൊടുപുഴ ഡിപ്പോകളിലും സമാന സാഹചര്യമാണ്. ഗ്രാമീണ മേഖലയിൽ നിന്നും കോട്ടയം, എറണാകുളം, തിരുവല്ല തുടങ്ങിയ മേഖലകളിലേക്കുള്ള ദീർഘദൂര സർവീസുകൾ ഉൾപ്പെടെ അന്തർ സംസ്ഥാന സർവീസുകൾ വരെ മുടങ്ങുന്നുണ്ട്. പുലർച്ചെയുള്ള സർവീസുകൾ മുൻകൂട്ടി അറിയിക്കാതെ മുടങ്ങുന്നത് യാത്രക്കാരെയും ബുദ്ധിമുട്ടിലാക്കുന്നു. മികച്ച കളക്ഷനുള്ള സർവീസുകളും ടേക്ക് ഓവർ സർവീസുകളും മുടങ്ങുന്നുണ്ട്. നിലവിൽ മിക്ക ഡിപ്പോകളിലും സർവീസിന്റെ എണ്ണത്തിന് ആനുപാതികമായി മാത്രമാണ് ബസ്സുകൾ ഉള്ളത്. ഒരു ബസ്സിന് കേടുപാട് സംഭവിച്ചാൽ സർവീസ് മുടങ്ങും. മിക്കവയും കാലപ്പഴക്കം ചെന്ന ബസ്സുകളായതിനാൽ പണിമുടക്കുന്നതും പതിവാണ്. മാക്സിമം ഇപ്പം നമുക്ക് അയക്കാൻ പറ്റുന്നത് 15, 16 ആവറേജ് എത്ര സർവീസുകൾ നമുക്ക് അയക്കാൻ പറ്റുന്നുള്ളൂ. കാരണം നമുക്ക് ബസ്സുകളുടെ അഭാവമാണ്. സർവീസ് പോകുന്ന ബസ്സുകൾ മിക്കവാറും പണി വരുന്നത് കൊണ്ടാണ് ഈ കൂടുതൽ ഇങ്ങനെ സംഭവിക്കുന്നത്. മിക്കതും മറ്റ് ഡിപ്പോകളിൽ പണിക്ക് കയറ്റുകയും അതുമൂലം കൃത്യസമയത്ത് നമുക്ക് പണി ചെയ്ത് ആ വണ്ടികൾ കിട്ടാതെ വരുന്നു. നെടുങ്കണ്ടം സ്റ്റേഡിയം കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന ഓപ്പറേറ്റിംഗ് സെന്റർ KSRTCക്കായി വിട്ടുകൊടുത്ത സ്ഥലത്തേക്ക് മാറ്റാനും നടപടിയില്ല. പഞ്ചായത്ത് വിട്ടു നൽകിയ ഭൂമിയിൽ 30 ലക്ഷം രൂപ ഉപയോഗിച്ച് ഓഫീസ് ആവശ്യത്തിനായി കെട്ടിടവും ഗ്യാരേജ് പ്രവർത്തിക്കുന്നതിനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു. തുടർ പ്രവർത്തനങ്ങൾക്കായി 50 ലക്ഷം രൂപ അനുവദിച്ചെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയില്ല. KSRTC ബസ് സ്റ്റാൻഡ് കാട് പിടിച്ച് വനമായി അവിടെ മറ്റ് ഇടജന്തുക്കളെല്ലാം കയറി കിടക്കുന്ന സാമൂഹ്യ വിരുദ്ധരുമൊക്കെ കഴിഞ്ഞാടുന്ന ഒരു പ്രദേശമായി മാറിയിരിക്കുന്നു. ശാശ്വതമായി ഏറ്റവും വേഗതയിൽ പ്രവർത്തനം ആരംഭിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. നെടുങ്കണ്ടം ഡിപ്പോയിലെ ബസ്സുകൾ രാത്രികാലങ്ങളിൽ റോഡരികിലാണ് പാർക്ക് ചെയ്യുന്നത്. KSRTCക്കായി വിട്ടുകിട്ടിയ സ്ഥലവും അനുബന്ധ സൗകര്യങ്ങളും കാട് പിടിച്ച് നശിക്കുമ്പോഴാണ് ഈ അവസ്ഥ. ന്യൂസ് 18 ഇടുക്കി. കാസർഗോഡ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച യുവാവ് പിടിയിൽ. കോളിച്ചാൽ കൊളപ്രം സ്വദേശിയായ 18-കാരനാണ് പിടിയിലായത്. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ബന്ധുക്കൾ പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ഹോസ്ദുർഗ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തിരുവനന്തപുരം നഗരൂരിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന 17-കാരിയെ പീഡിപ്പിച്ചയാൾ പിടിയിൽ. മാർത്താണ്ഡം സ്വദേശി സുഭാഷാണ് പിടിയിലായത്. പെൺകുട്ടിയുടെ വീടിന് സമീപത്ത് റബ്ബർ ടാപ്പിംഗ് ചെയ്തു വരികയായിരുന്നു പ്രതി. പെൺകുട്ടി പഠിക്കുന്ന സ്ഥാപനത്തിൽ നടത്തിയ കൌൺസിലിംഗിലാണ് വിവരം പുറത്തറിയുന്നത്. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. പാലക്കാട്, മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിച്ച് ഭാരതപ്പുഴയിൽ നിർമ്മിക്കുന്ന കുമ്പിടി കാങ്കമ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. 50% പ്രവൃത്തി പൂർത്തിയായി. പ്രധാന തൂണുകൾ ഉൾപ്പെടെ 20-ലേറെ തൂണുകൾ നിർമ്മിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് കുമ്പിടി കാങ്കപ്പുഴക്കടവിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 2 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു പദ്ധതി. പില്ലറുകൾക്കും ബീമുകൾക്കും മുകളിലെ കോൺക്രീറ്റ് സ്ലാബുകളുടെ നിർമ്മാണ പ്രവൃത്തികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ആകെ 29 പില്ലറുകളാണ് തടയണയ്ക്കുള്ളത്.
ഇതിൽ കുമ്പിടി കാങ്കടവ് ഭാഗത്തുള്ള 15 പില്ലറുകളുടെ നിർമ്മാണവും മുകളിലെ ബീമുകളുടെ നിർമ്മാണവും പൂർത്തിയായി. 1 വർഷത്തിനുള്ളിൽ 50% പ്രവൃത്തികൾ പൂർത്തിയാക്കാനായി. പാലക്കാട്, മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിച്ച് ഭാരതപ്പുഴയിൽ നിർമ്മിക്കുന്ന കുമ്പിടി കാങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജിന് 418 മീറ്റർ നീളവും 11 മീറ്റർ വീതിയുമാണ് ഉണ്ടാവുക. പാലത്തിന്റെ മുകളിൽ ഇരുഭാഗത്തും 1.5 മീറ്റർ വീതിയിൽ നടപ്പാതയും ഒരുക്കും. 30 ഷട്ടറുകളും റെഗുലേറ്റർ കം ബ്രിഡ്ജിന് ഉണ്ടാകും. സ്ലാബുകളുടെ പണി പൂർത്തിയാകുന്നതോടെ ബ്രിഡ്ജിന് മുകളിലെ കൈവരികളുടെ നിർമ്മാണവും ആരംഭിക്കും. റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ഇരുഭാഗങ്ങളിലായി 460 മീറ്റർ നീളത്തിൽ സംരക്ഷണ ഭിത്തിയും ഒരുക്കും. GSTക്ക് പുറമെ 102.72 കോടി രൂപ ചെലവഴിച്ചാണ് കാങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നിർമ്മാണം. ന്യൂസ് 18 പട്ടാമ്പി. മലപ്പുറം വേങ്ങരയിൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ സൂക്ഷിക്കുന്ന ഗോഡൌണിൽ തീപിടുത്തം. രാവിലെ 6:30യോടെയാണ് പുത്തൻപറമ്പിൽ തീപിടുത്തമുണ്ടായത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വേർതിരിക്കുന്ന 3 നില കെട്ടിടത്തിന്റെ അടിഭാഗം തീപിടുത്തത്തിൽ കത്തിനശിച്ചു. കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ താമസിക്കുന്ന തൊഴിലാളികളാണ് പുക ഉയരുന്നത് കണ്ടത്. ഇവർ താഴെ ഇറങ്ങിയതിനാൽ വൻ അപകടം ഒഴിവായി. ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ യുവാവിനെ വെട്ടേറ്റ നിലയിൽ കണ്ടെത്തി. കാര്യവട്ടം സ്വദേശിയായ നിതീഷ് ചന്ദ്രനാണ് വെട്ടേറ്റത്. ആറ്റിങ്ങൽ കൊല്ലമ്പുഴ പാലത്തിന് സമീപം ഇന്ന് രാവിലെ 6 മണിയോടെയാണ് രക്തം വാർന്ന അവശ നിലയിൽ കണ്ടെത്തിയത്. നടക്കാനിറങ്ങിയവരാണ് ആദ്യം കണ്ടത്. ഇയാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി പോലീസ് പറഞ്ഞു. യുവാവിന്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ട ശേഷം മൊഴിയെടുത്ത് കൂടുതൽ അന്വേഷണം നടത്തുമെന്നും പോലീസ് പറഞ്ഞു. കോഴിക്കോട് കൊടുവള്ളിയിൽ വിരണ്ടോടിയ പോത്തിനെ ഫയർഫോഴ്സ് സാഹസികമായി പിടികൂടി. ഇന്ന് പുലർച്ചെ കൊടുവള്ളിയിൽ കശാപ്പിനെത്തിച്ച പോത്താണ് കിലോമീറ്ററുകളോളം വിരണ്ടോടിയത്. നരിക്കുനി ഓടുപാറയിൽ വെച്ചാണ് നരിക്കുനി ഫയർഫോഴ്സ് പോത്തിനെ കീഴടക്കിയത്. ഇതിനിടെ ഒരാളെ പോത്ത് കുത്തി പരിക്കേൽപ്പിച്ചു. ഓടുപാറ സ്വദേശി റഷീദിനാണ് പരിക്കേറ്റത്. കോഴിക്കോട്ട് താമരശ്ശേരിയിൽ സ്കൂട്ടറിൽ ബസ്സിടിച്ച് സ്കൂട്ടർ യാത്രക്കാരായ വിദ്യാർത്ഥിനികൾക്ക് ഗുരുതര പരിക്ക്. മാനിപുരം റോഡിൽ പൊയിലങ്ങാടിയിലാണ് അപകടം. KMCT കോളേജിലെ വിദ്യാർത്ഥിനികളാണ് അപകടത്തിൽപ്പെട്ടത്. മറ്റൊരു വാഹനം സ്കൂട്ടറിനെ മറികടക്കുന്നതിനിടെ ഇടിച്ച് റോഡിലേക്ക് വീഴുകയായിരുന്നു. സാരമായി പരിക്കേറ്റ വിദ്യാർത്ഥിനിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കണ്ണൂർ രാമന്തളിയിൽ 15 വർഷത്തിന് ശേഷം മുച്ചിലോട്ട് ക്ഷേത്രത്തിൽ പന്തൽ മംഗലത്തിന് അരങ്ങുണർന്നു. രാമന്തളി ശങ്കരനാരായണ ക്ഷേത്രത്തിൽ നിന്നും ദീപവും തിരിയും എത്തിച്ചതോടെയാണ് പെരുങ്കളിയാട്ടത്തിന് തുടക്കമായത്. ദേശാധിപതിയായ ദേവന്റെ ശ്രീലകത്തു നിന്നും ദീപവും തിരിയും ഏറ്റുവാങ്ങി മുച്ചിലോട്ട് ഭഗവതിയുടെ ശ്രീകോവിലിൽ പകർന്നതോടെയാണ് 4 നാൾ നീളുന്ന പെരുങ്കളിയാട്ടത്തിന് തുടക്കമായത്. രാവിലെ അരങ്ങിൽ അടിയന്തരം നടത്തി പരിവാരസമേതം അന്തിത്തിരിയനും കൈവിളക്കും ദേവീദേവന്മാരായ കോമരങ്ങളും ബാല്യക്കാരും ആർപ്പുവിളികളുമായി ക്ഷേത്രസന്നിധിയിലെത്തി. ശ്രീകോവിലിൽ നിന്നും പകർന്നുകൊടുത്ത ദീപവും തിരിയുമായി അന്തിത്തിരിയനും പിന്നാലെ ദേവനർത്തകരും മുച്ചിലോട്ടേക്ക് യാത്ര തിരിച്ചു. മുച്ചിലോട്ട് ഭഗവതിയുടെ ശ്രീകോവിലിലും ഉപദേവന്മാർക്ക് മുമ്പിലും ദീപം പകർന്ന ശേഷം കലവറയിലെ കുഴിയടുപ്പിൽ അഗ്നി പകർന്നു. ഉച്ചയ്ക്ക് ശേഷം മുച്ചിലോട്ട് ഭഗവതിയുടെ തോറ്റത്തിനായി കോലധാരി തലപ്പാളി കെട്ടി തിരുനടയിലെത്തുന്നതോടെ പെരുങ്കളിയാട്ടത്തിന് അരങ്ങുണർന്നു. വൈകിട്ട് പുലിയൂർ കണ്ണൻ തെയ്യത്തിന്റെ വെള്ളാട്ടം കെട്ടിയാടി. ക്ഷേത്രത്തിലെത്തിയ ഭക്തർക്ക് അന്നദാനവും നടത്തി. സമാപന ദിവസം മേലേരി കയ്യേൽക്കും. തുടർന്ന് മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി നിവരും. രാത്രി ആറാടിക്കലും വെറ്റിലാചാരവും നടക്കുന്നതോടെ കളിയാട്ടത്തിന് സമാപനമാകും. ന്യൂസ് 18 പയ്യന്നൂർ. കോതമംഗലം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികം ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഡോക്ടർ തോമസ് ചെറുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ആന്റണി ജോൺ MLA മുഖ്യ പ്രഭാഷണം നടത്തി. മോൺസിഞ്ഞോർ പയസ് മലേക്കണ്ടത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. നഗരസഭാ ചെയർമാൻ KK ടോമി രജത ജൂബിലി സന്ദേശം നൽകി. ഫാദർ മാത്യു മുണ്ടക്കൽ വിരമിക്കുന്നവരെ ആദരിച്ചു. അഖില കേരള ഫ്ലഡ് ലൈറ്റ് ടൂർണമെന്റിന് പാലക്കാട് കുമരനെല്ലൂർ സ്കൂൾ ഗ്രൗണ്ടിൽ തുടക്കമായി. സന്തോഷ് ക്ലബ്ബ് നേതൃത്വം നൽകുന്ന ടൂർണമെന്റ് മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം IM വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഫുട്ബോൾ താരം ആസിഫ് സഹീർ മുഖ്യാതിഥിയായിരുന്നു.
പാലക്കാട് കുമരനല്ലൂർ ഗ്രാമത്തിൽ സാംസ്കാരിക മേഖലയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും 4 പതിറ്റാണ്ടിലധികം സജീവമായി നിലകൊള്ളുന്ന സന്തോഷ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഫുട്ബോൾ ടൂർണമെന്റ് നടത്തുന്നത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ക്ലീൻ കുമരനല്ലൂർ ക്യാമ്പയിനും വേണ്ടിയാണ് ഇത്തവണ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. ഫുട്ബോൾ താരം IM വിജയൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. ഫുട്ബോൾ മാന്ത്രികൻ ആസിഫ് സഹീർ മുഖ്യാതിഥിയായി. തിരുമല ഗ്രൗണ്ടിൽ കളിച്ച് നല്ല കുട്ടികളായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ സന്തോഷ് ക്ലബിന്റെ ഇവിടുന്ന് കുമരനല്ലൂരിൽ നല്ല പ്ലേയേഴ്സ് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കുമരനല്ലൂർ സ്കൂൾ ഗ്രൗണ്ടിലാണ് മത്സരം. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ അണ്ടർ 14 കേരള ഫുട്ബോൾ ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ച കുമരനല്ലൂർ സ്കൂളിലെ വിദ്യാർത്ഥി ഭവപ്രിയയെയും കായിക മേഖലയിൽ മികവ് തെളിയിച്ചവരെയും ചടങ്ങിൽ അനുമോദിച്ചു. ശ്രീ ആഷിഫ് സഹീറിനെ ക്ഷണിക്കുന്നു. 16 ടീമുകളാണ് ഫുട്ബോൾ ടൂർണമെന്റിൽ മാറ്റുരയ്ക്കുക. വട്ടംകുളം ചലഞ്ചേഴ്സും കുമരനല്ലൂർ പാലംകടവും തമ്മിൽ നടന്ന പോരാട്ടത്തിൽ 1-നെതിരെ 4 ഗോളുകൾക്ക് പാലംകടവ് ജേതാക്കളായി. ന്യൂസ് 18 കുമരനല്ലൂർ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അമ്പലപ്പുഴ മേഖലാ സമ്മേളനം നടന്നു. അമ്പലപ്പുഴ PK മെമ്മോറിയൽ ഗ്രന്ഥശാല ഹാളിൽ നടന്ന സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് ബിജുമോൻ അധ്യക്ഷനായിരുന്നു. മേഖലാ സെക്രട്ടറി അബ്ദുൾ ഗഫൂർ സമ്മേളന റിപ്പോർട്ടും സംസ്ഥാന കമ്മിറ്റി അംഗം CBPM സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി ഷിബു S ജില്ലാ റിപ്പോർട്ടും മേഖലാ ട്രഷറർ സാമ്പത്തിക റിപ്പോർട്ടും ബിജു സൈമൺ ഇന്റേണൽ ഓഡിറ്റ് റിപ്പോർട്ടും അവതരിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് സുരേഷ് കുമാർ, ജില്ലാ ട്രഷറർ മോഹനപിള്ള, ബോർഡ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. കോഴിക്കോട് നിന്നും ന്യൂസ് 8 വേണ്ടി വിനോദ് കൗർ. പഴയതെല്ലാം മരുന്ന് ആലപ്പുഴയിൽ CPM നേതാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ BMSകാരായ 7 പ്രതികൾക്ക് 11 വർഷവും 6 മാസവും തടവ് ശിക്ഷ. CPM കളർകോട് ലോക്കൽ കമ്മിറ്റി അംഗം ഗിരീഷ് കുമാറിനെയാണ് വധിക്കാൻ ശ്രമിച്ചത്. 2013 ഫെബ്രുവരി 12-നാണ് സംഭവം. ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, വിവരങ്ങൾ. അശ്വതി, ആലപ്പുഴയിൽ ഏറെ ചർച്ച ചെയ്ത ഒരു സംഭവമായിരുന്നു ഇത്. അതായത് ലഹരിവിരുദ്ധ ക്യാമ്പയിനിൽ ഏർപ്പെട്ടിരുന്ന DYFI CPM പ്രവർത്തകനായ ഗിരീഷ് കുമാറിനെ ആലപ്പുഴ ഇരവുകാട് വെച്ച് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് ഇപ്പോൾ കോടതി വിധി വന്നിരിക്കുന്നത്. ആലപ്പുഴ ജില്ലാ മജിസ്ട്രേറ്റ് കോടതിയാണ് 11 വർഷം തടവ് ശിക്ഷ വിധിച്ചുകൊണ്ട് 7 BMS പ്രവർത്തകരായ പ്രതികൾക്ക് ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഈ ഗിരീഷിനെ ആക്രമിച്ച സംഭവം, അതായത് വളരെ മൃഗീയമായിരുന്നു അന്ന് ഇത്തരത്തിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിനിൽ ഏർപ്പെട്ടിരുന്ന ഗിരീഷിനെ കൊലപ്പെടുത്താനായി ശ്രമിച്ചിരുന്ന ആ ആക്രമണത്തിൽ ഗിരീഷിന്റെ കൈ അറ്റുപോവുകയും തലയ്ക്കും കാലിനും ഗുരുതരമായ പരിക്ക് ഏൽക്കുകയും ചെയ്തിരുന്നു. വെട്ടിമാറ്റിയ നിലയിലായിരുന്നു കൈ ഉൾപ്പെടെയുള്ളവ. പിന്നീട് ഈ സംഭവത്തിൽ ഈ 7 പേരാണ് പിന്നീട് അറസ്റ്റിലാവുകയും ചെയ്തിട്ടുള്ളത്. ഇരവുകാട് സ്വദേശികളായ ഉച്ചിക്കൽ ഷാജി, ഒപ്പം തന്നെ ഉണ്ണി, ചെറുകപ്പൻ, അജയൻ, മങ്കി മഹേഷ്, ശ്യാംകുട്ടൻ, ഉണ്ണി എന്നിവരാണ് ഇപ്പോൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിക്കൊണ്ട് കോടതി വിധി വന്നിരിക്കുന്നത്. ഇവർക്കെല്ലാം തന്നെ മയക്കുമരുന്ന് മാഫിയയുമായൊക്കെ തന്നെ ബന്ധമുണ്ട് എന്നുള്ളതാണ് വിലയിരുത്തൽ. ഒപ്പം തന്നെ നിരവധി ക്രിമിനൽ കേസുകൾ പ്രതികളായ ആളുകളുമാണ് ഇവർ. എന്തായാലും ഈ സംഭവം 2013 നടന്ന സംഭവത്തിലാണ് ഇപ്പോൾ ആലപ്പുഴ കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. ശരി ശരണ്യ. ഇപ്പോൾ K സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ സംപ്രേഷണത്തിലേക്ക്. കേരളത്തെ നടുക്കിയ കൈവെട്ട് കേസിലെ പ്രധാനപ്പെട്ട പ്രതിയെ മട്ടന്നൂരിൽ നിന്ന് ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്ത സംഭവം കേരളം തീവ്രവാദികൾക്ക് എത്രമാത്രം സുരക്ഷിതമാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇന്ത്യയിൽ ഭീകരന്മാർക്ക് ഒളിച്ചു താമസിക്കാൻ കഴിയുന്ന ഏറ്റവും സുരക്ഷിതമായ സംസ്ഥാനം കേരളമായി മാറിക്കഴിഞ്ഞു.
മട്ടന്നൂരിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. മട്ടന്നൂരിലാണ് CPM-ന് ഏറ്റവും വലിയ പാർട്ടി ഗ്രാമങ്ങളുള്ളത്. ഭരിക്കുന്ന കക്ഷിക്ക് ഏറ്റവും വലിയ പാർട്ടി ഗ്രാമങ്ങളുള്ള ഒരു സ്ഥലത്ത് വെച്ചാണ് 3 വർഷം കേരള പോലീസിന്റെ മൂക്കിന് താഴെ ഈ ഭീകരവാദി ഒളിച്ചു താമസിച്ചത്. എത്രമാത്രം സുരക്ഷിതമായി കേരളത്തിൽ ഭീകരന്മാർക്ക് ഒളിവിൽ കഴിയാൻ കഴിയുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഭീകരവാദികളെ സഹായിക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെ. ഭീകരവാദികൾ നടത്തിയ നീക്കം സഹായത്തോടുകൂടിയാണ് അന്ന് നടന്നത്. തടിയന്റെ അവിടെ നസീറിനായാലും മറ്റ് ഭീകരന്മാരുടെ കേസുകളെല്ലാം നോക്കിയാൽ അവർ ഒളിച്ചു താമസിക്കാൻ കണ്ടെത്തുന്ന സ്ഥലം CPM-ന്റെ പാർട്ടി ഗ്രാമങ്ങളാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി ഗ്രാമത്തിൽ മറ്റാർക്കും പ്രവേശനമില്ല. പത്രക്കാർക്ക് പോകാൻ കഴിയില്ല, അന്വേഷണ ഏജൻസികൾക്ക് പോകാൻ കഴിയില്ല, പോലീസിന് ശരിയായ നിലയിൽ കേസ് അന്വേഷിക്കാൻ കഴിയില്ല. അവിടെയെല്ലാം കാണുന്നത് മതഭീകരന്മാരെ വലിയ തോതിൽ സംരക്ഷിക്കുന്ന ഒരു സമീപനമാണ്. ഈ സംഭവം കേരളത്തിലെ പോലീസിന്റെ, സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കേണ്ട സംഭവമാണ്. 13 വർഷം കേരളത്തെ നടുക്കിയ ഏറ്റവും വലിയ ഒരു ഭീകരവാദ ആക്രമണത്തിലെ 1-ാം പ്രതി ആരുടെയും കണ്ണിൽപ്പെടാതെ അവിടെ ഒളിച്ചു താമസിച്ചു എന്നുള്ളതാണ്. അതിർത്തി ഗ്രാമങ്ങൾ മാറിക്കഴിഞ്ഞു. കേരള പോലീസിന്, സംസ്ഥാന ഗവൺമെന്റിന് ഏറ്റവും വലിയൊരു നാണക്കേടാണ് ഈ സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. ദേശീയ അന്വേഷണ ഏജൻസി ഫലപ്രദമായ ഇടപെടൽ നടത്തിയാണ് ഇങ്ങനെയുള്ള ഒരു പ്രതിയെ പിടിച്ചിരിക്കുന്നത്. ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന സംഭവം ഈ ഭീകരവാദിക്ക് പ്രാദേശികമായ സഹായം ലഭിച്ചു എന്നുള്ളതാണ്. ദേശീയ അന്വേഷണ ഏജൻസി തന്നെ കണ്ടെത്തിയിട്ടുള്ളത് ഭീകരന് പ്രാദേശികമായ സഹായം ലഭിച്ചിരിക്കുന്നു. ആ കാര്യത്തെക്കുറിച്ച് എന്താണ് സർക്കാരിന്റെ വക്താക്കൾക്ക് പറയാനുള്ളത്? ഈ മതഭീകരവാദിക്ക് പ്രാദേശികമായ സഹായം മട്ടന്നൂരിൽ ലഭിച്ചു എന്നുള്ള വിവരത്തെ സംബന്ധിച്ച് ആഭ്യന്തര വകുപ്പിന് എന്താണ് പറയാനുള്ളത്? എന്തുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ കണ്ണൂരിൽ തന്നെ ആവർത്തിക്കുന്നത്? ഇവിടെ IS റിക്രൂട്ട്മെന്റ് നടന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ണൂരിലാണ്. കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത IS റിക്രൂട്ട്മെന്റ് ഏറ്റവും കൂടുതൽ നടന്നിരിക്കുന്നത് കണ്ണൂരിൽ നിന്നാണ്. എന്തുകൊണ്ടാണ് കണ്ണൂരിൽ ഇങ്ങനെ തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഉത്തരം വളരെ വ്യക്തമാണ്. അതിന് ഭീകരന്മാർക്ക് വളരാൻ പറ്റിയ ഒരു രാഷ്ട്രീയം കാലാവസ്ഥ ഇവിടെ സൃഷ്ടിക്കുകയാണ്. CPM അതിന് അനുകൂലമായിട്ടുള്ള ഒരു പ്രചാരണം ഇവിടെ നടത്തുക. മതഭീകരന്മാർക്ക് വളരാൻ പറ്റിയ ഒരു രാഷ്ട്രീയ പ്രചരണം, അവർക്ക് വേരുറപ്പിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥ മനഃപൂർവ്വം ഇവിടെ സൃഷ്ടിക്കുകയാണ് വോട്ട് ബാങ്കിന് വേണ്ടി. അതാണിത് കാണിക്കുന്നത്. ഞെട്ടിപ്പിക്കുന്നതാണ് ഈ സംഭവം. കേരളം, കാശ്മീരിൽ പണ്ട് ഇത്തരം ഭീകരവാദികളൊക്കെ ഒളിച്ചു താമസിച്ചിരുന്നു. ഇപ്പൊ കാശ്മീർ സുരക്ഷിതമല്ല എന്നവർക്ക് മനസ്സിലായി. ഇപ്പൊ ഏറ്റവും വലിയ സുരക്ഷിത താവളം കേരളമാക്കി പിണറായി വിജയനും CPM-ഉം കോൺഗ്രസും കേരളത്തെ മാറ്റിയിരിക്കുക. അല്ല, CPM മറുപടി പറയണം. എല്ലാത്തിനും വർത്തമാനം പറയുന്ന ഗോവിന്ദന്റെ നാട്ടിൽ ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് അദ്ദേഹം മറുപടി പറയണം. ജയരാജന്റെ ഇടതുമുന്നണി കൺവീനറുടെ നാട്ടിൽ, MP ഗോവിന്ദന്റെ നാട്ടിൽ, പിണറായി വിജയന്റെ നാട്ടിൽ എങ്ങനെയാണ് ഇത്തരം മതഭീകരന്മാർക്ക് 13 കൊല്ലം സുരക്ഷിതമായി ഒളിച്ചു താമസിക്കാൻ കഴിയുന്നത്? പ്രാദേശിക സഹായം ആരാണ് നൽകിയിട്ടുള്ളത്? ഞങ്ങൾക്കത് ജനങ്ങൾക്ക് അറിയണമല്ലോ. അതിന് അവർ മറുപടി പറയണം. മറ്റൊരു കാര്യം, ആദരണീയനായ പ്രധാനമന്ത്രിയുടെ പുതുവർഷത്തിലെ 2ാം സന്ദർശനം ഉറപ്പായിരിക്കുകയാണ്. അദ്ദേഹം 16-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് കൊച്ചിയിൽ വിമാനമിറങ്ങും. 16-ാം തീയതിയും 17-ാം തീയതിയും പ്രധാനമന്ത്രി കേരളത്തിൽ ഉണ്ടാവും എന്ന് കാര്യം ഉറപ്പായിട്ടുണ്ട്. 16-ാം തീയതി പാർട്ടി പ്രവർത്തകർ അദ്ദേഹത്തെ സ്വീകരിക്കും വിമാനത്താവളത്തിൽ. അതിനുശേഷം 16-ാം തീയതി കൊച്ചിയിൽ തങ്ങുന്ന പ്രധാനമന്ത്രി 17-ാം തീയതി കാലത്ത് നേരെ ഗുരുവായൂരിലേക്ക് പോകും. ഗുരുവായൂരിൽ ആദരണീയനായിട്ടുള്ള സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും. മറ്റൊരു വിവാഹത്തിൽ കൂടി അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം കൊച്ചിയിൽ വരികയും സർക്കാരിന്റെ ചില പരിപാടികളിൽ
ഷിപ്പ്യാർഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സർക്കാരിന്റെ ചില പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം പാർട്ടിയുടെ ശക്തി കേന്ദ്ര ഇൻചാർജുമാരുടെ കേരളത്തിലെ 6000-ഓളം വരുന്ന ശക്തി കേന്ദ്ര ഇൻചാർജുമാർ, അതായത് 3-4 ബൂത്തുകൾ ചേരുന്ന ഒരു ക്ലസ്റ്ററിനെയാണ് ഞങ്ങൾ ശക്തി കേന്ദ്രം എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ള ചുമതലക്കാർ, അങ്ങനെ 3-4 ബൂത്തുകളുടെ ചുമതലയുള്ള പാർട്ടിയുടെ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി, പ്രസിഡന്റ് ഉപരി ഭാരവാഹികൾക്കാണ് അത്തരം ചുമതലയുള്ളത്. അങ്ങനെയുള്ള 6500-ഓളം പാർട്ടി പ്രവർത്തകരുടെ സമ്മേളനത്തിലും അദ്ദേഹം പങ്കെടുക്കും. കേരളത്തെ സംബന്ധിച്ച്, കേരളത്തിന്റെ വികസനത്തെ സംബന്ധിച്ച്, കേരളത്തിന്റെ ഭാവിയെ സംബന്ധിച്ച് പ്രധാനമന്ത്രിക്കുള്ള താൽപര്യം, കേരളത്തിന്റെ വികസനത്തിന് ആവശ്യമായിട്ടുള്ള മോദിയുടെ ഉറപ്പ്, കേരളത്തിലെ ജനങ്ങൾക്ക് കൂടുതൽ ലഭ്യമാക്കാൻ ആവശ്യമായിട്ടുള്ള വലിയ പരിശ്രമമാണ് പ്രധാനമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2 ആഴ്ചക്കിടയിൽ വീണ്ടും പ്രധാനമന്ത്രി കേരളത്തിൽ വരുന്നത് തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹത്തെ കേരളം ഒന്നടങ്കം ഇത്തവണ കൈവെട്ട് കേസുമായി ബന്ധപ്പെട്ട പ്രതി അറസ്റ്റിലായ സംഭവത്തിൽ സർക്കാരിനെ വിമർശിക്കുകയായിരുന്നു കെ സുരേന്ദ്രൻ. കേരളം ഭീകരർക്ക് ഒളിച്ചു താമസിക്കാനുള്ളൊരു താവളമായി മാറുന്നു. ഭീകരവാദികളെ സംരക്ഷിക്കുന്ന നിലപാടാണ്, അവർക്ക് സഹായം ചെയ്യുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ഈ കാര്യത്തിൽ അവിടെ നിന്ന് സഹായം ലഭിച്ചു എന്ന കാര്യത്തിൽ ആഭ്യന്തര വകുപ്പ് മറുപടി പറയണം എന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. കാർഷിക കേരളം. ഗോത്രവിഭാഗത്തിന്റെ കാർഷിക ഉന്നമനത്തിനായി പദ്ധതികൾ ആവിഷ്കരിച്ച ഇടുക്കി ICAR കൃഷി വിജ്ഞാന കേന്ദ്രം സൗജന്യമായി കാർഷിക ഉപകരണങ്ങളും ജൈവവളങ്ങളും ഫലവൃക്ഷ തൈകളും നൽകിയാണ് കാർഷിക മേഖലയ്ക്ക് പ്രോത്സാഹനം നൽകുന്നത്. പദ്ധതിയുടെ ഇടുക്കി ജില്ലാതല ഉദ്ഘാടനം ശാന്തൻപാറ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നടന്നു. ആദിവാസികളുടെ ഉന്നമനത്തിനായി ICAR കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ വഴി നിരവധി പദ്ധതികളാണ് നടപ്പാക്കുന്നത്. ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുക, പരമ്പരാഗത കൃഷിരീതികൾ നിലനിർത്തുക, സാങ്കേതിക സഹായത്തോടെ കൃഷി ചെയ്യാൻ ആദിവാസികളെ പരിശീലിപ്പിക്കുക, യന്ത്രസഹായം നൽകുക, അത്യുൽപാദനശേഷിയുള്ള വിത്തുകളും ഫലവൃക്ഷങ്ങളും വിതരണം ചെയ്യുക തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. കേന്ദ്ര സർക്കാരിന്റെ കപ്പാസിറ്റി ബിൽഡിംഗ് ആൻഡ് ടെക്നോളജി ഇൻപുട്ട് പ്രകാരം ട്രൈബൽ സബ് പ്ലാൻ സ്കീമിന് കീഴിലാണ് പദ്ധതികൾ നടപ്പാക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി അരുവിളംചാൽ ആദിവാസിക്കുടി ഏറ്റെടുക്കുകയും കാർഷിക യന്ത്ര ഉപകരണങ്ങൾ, തേനീച്ചപ്പെട്ടി, ജൈവവളങ്ങൾ, അത്യുൽപാദനശേഷിയുള്ള വിത്തുകൾ, ഫലവൃക്ഷ തൈകൾ തുടങ്ങിയവ വിതരണം ചെയ്യുകയും ചെയ്തു. ശാന്തൻപാറ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നടന്ന വിതരണോദ്ഘാടനത്തിന് കൃഷി വിജ്ഞാന കേന്ദ്രം മേധാവി ഡോക്ടർ R. മാരിമുത്തു നേതൃത്വം നൽകി. ന്യൂസ് 18 ഇടുക്കി. പാറക്കെട്ട് നിറഞ്ഞ പ്രദേശത്ത് കൃഷി ഇറക്കി 100 മേനി നേടിയിരിക്കുകയാണ് കോതമംഗലത്തെ മാധ്യമപ്രവർത്തകർ. ആന്റണി ജോൺ MLA വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. പാറക്കെട്ട് നിറഞ്ഞ പ്രദേശത്താണ് വാഴകൃഷി ഇറക്കിയത്. KGUവിന്റെ നേതൃത്വത്തിൽ കോഴിപ്പള്ളി LP സ്കൂളിലായിരുന്നു കൃഷി. നല്ല രീതിയിൽ പരിപാലിച്ചു, മികച്ച വിളവും കിട്ടി. ആന്റണി ജോൺ MLA വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് തന്നെ ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ വിജയകരമായി നടത്തിയ ഒരു സ്കൂൾ എന്നുള്ള നിലയിൽ കോഴിപ്പള്ളി ഗവൺമെന്റ് LP സ്കൂളിന്റെ പ്രധാന അധ്യാപകൻ ഉൾപ്പെടെയുള്ള മുഴുവൻ അധ്യാപകരെയും, പ്രിയപ്പെട്ട കുട്ടികളെയും, അവർക്കെല്ലാ പിന്തുണയും കൊടുത്ത രക്ഷിതാക്കളെയും, ഈ ഇത്തരമൊരു ക്യാമ്പയിൻ, ഇത്തരമൊരു ആശയം മുന്നോട്ട് കൊണ്ടുവന്ന പ്രിയപ്പെട്ട കേരള ജേർണലിസ്റ്റ് യൂണിയന്റെ പ്രവർത്തകരെയും ഒക്കെ ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിലായിരുന്നു കൃഷി പരിപാലനം. കേരള ജേർണലിസ്റ്റ് യൂണിയന്റെ നേതൃത്വത്തിൽ തന്നെ മെഡിക്കൽ ക്യാമ്പ്, അതുപോലെ തന്നെ കൃഷി, വാഴകൃഷി ഉൾപ്പെടെയുള്ള വിവിധ കൃഷികൾ നമ്മുടെ സ്കൂളിൽ നടത്തുകയുണ്ടായി. ഇതിനെല്ലാം വിവിധ മേഖലയിൽ നിന്നുള്ള സപ്പോർട്ട് നമ്മുടെ സ്കൂളിൽ ലഭിച്ചിട്ടുണ്ട്. കൃഷിയുടെ സന്ദേശം കുട്ടികളിലൂടെ കൂടുതൽ പേരിലേക്ക് എത്തിക്കാനാണ് ശ്രമം. ഇവിടുത്തെ കൊച്ചുകുട്ടികൾ പരിപാലനവും സംരക്ഷണവും നൽകി നല്ല രൂപത്തിൽ വാഴകൃഷി പരിചരിക്കുകയും അത് മികച്ച വിളവും ലഭിക്കാൻ കാരണമായിട്ടുണ്ട്. അതിൻ്റെ വിളവെടുപ്പാണ് ഇന്ന് നടന്നത്. കേരളത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും മാധ്യമപ്രവർത്തക കൂട്ടായ്മ ഇത്തരമൊരു സംരംഭമായി രംഗത്ത് വന്നിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിൻ്റെ ഞങ്ങളും കൃഷിയിലേക്കുള്ള പദ്ധതിപ്രകാരമാണ് ഞങ്ങൾ ഈ പരിപാടി ഇവിടെ നടത്തിയത്. ന്യൂസ് 18 കോതമംഗലം. ന്യൂസ് 18 വേണ്ടി യു പ്രതിഭ.
കട്ടപ്പന നഗരസഭ വൈസ് ചെയർമാനായ അഡ്വക്കേറ്റ് KJ ബെന്നിയെ തെരഞ്ഞെടുത്തു. മുൻ വൈസ് ചെയർമാൻ ജോയി ആനിത്തോട്ടം രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ആദ്യം 3 വർഷം കോൺഗ്രസിലെ A വിഭാഗത്തിനും പിന്നീടുള്ള 2 വർഷം I വിഭാഗത്തിനും വൈസ് ചെയർമാൻ സ്ഥാനം നൽകാനാണ് മുന്നണി ധാരണ. നഗരസഭയിലെ 2 BJP കൗൺസിലർമാർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 5740 രൂപ, പവന് 45,920 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാം 4780 രൂപ, പവന് 38,240 രൂപ. വെള്ളി ഗ്രാമിന് 78 രൂപ, കിലോയ്ക്ക് 78,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ പരിപാടി 1ാമത്തെ പ്രതി കൂടി